ടാലി പ്രൈം യൂസ് ചെയ്യുന്ന കുറേ ക്ലയൻസ് സോഹോ ബുക്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ടാലി പ്രൈമിനേക്കാളും സോഹോ ബുക്സ് ബെറ്റർ ഓപ്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോഹോ ബുക്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടു യൂസ് സോഫ്റ്റ്വെയർ ആണ്. ഇതിന് അക്കൗണ്ടിങ് നോളജിന്റെ അധികം ആവശ്യമില്ല. നമുക്ക് ഓരോ ഫോംസ് കാണുമ്പോഴും അത് ഫില്ല് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ അക്കൗണ്ടിങ് എൻട്രി പോസ്റ്റ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് പർച്ചേസ് ബിൽസ് ആണെങ്കിലും ബാങ്കിങ് മൊഡ്യൂൾ ആണെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പം അതിന്റെ എൻട്രി പോസ്റ്റ് ആവുന്നു. ആ ഒരു മെത്തേഡിലാണ് സോഹോ ബുക്സ് വർക്ക് ചെയ്യുന്നത്. ഇതിന് അക്കൗണ്ടിങ് നോളജ് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമില്ല നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അക്കൗണ്ടിങ് നോളജ് വളരെ കുറവുള്ള ഒരാൾക്കും സോഹോ ബുക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷനാണ് ഫിനാൻഷ്യൽ വിസിബിലിറ്റി എന്ന് പറയുന്നത്. സോഹോ ബുക്സിന്റെ ഡാഷ്ബോർഡിന്റെ റെപ്രസെന്റേഷൻ ആണെങ്കിലും സോഹോ ബുക്സിന്റെ റിപ്പോർട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ഏതൊരു മാനേജ്മെന്റിനാണെങ്കിലും ഡിസിഷൻ മേക്കേഴ്സിനാണെങ്കിലും സോഹോ ബുക്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അടുത്തതാണ് ഓട്ടോമേഷൻസ്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഇൻ്റഗ്രേഷൻ സോഹോ ബുക്സിൽ അവൈലബിൾ ആണ്. ബാങ്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന്റെ ഫീഡ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ആവുന്നുണ്ട്. അതേപോലെ തന്നെ റിക്കറിംഗ് ഇൻവോയ്സ് എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. ദെൻ പർച്ചേസിലേക്ക് വരികയാണെങ്കിൽ റിക്കറിംഗ് എക്സ്പെൻസ്, റിക്കറിംഗ് ബിൽസ്, ഇതൊക്കെ നമുക്ക് ഓട്ടോമേഷൻ ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിന്റെ റോൾസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോഹോ ബുക്സിന്റെ നല്ലൊരു ഫീച്ചറാണ്. ദെൻ അടുത്തൊരു ഫീച്ചറാണ് സോഹോ ബുക്സിന്റെ വേരിയസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോഹോയിന്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് സോഹോ ബുക്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ സോഹോയിൽ അവൈലബിൾ ആക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിനാൻസ് പ്രൊഡക്ട്സിൽ നോക്കുന്ന സമയത്ത് സോഹോ എക്സ്പെൻസ് ഉണ്ട്, സോഹോ ബില്ലിംഗ് ഉണ്ട്, സോഹോ ഇൻവെൻട്രി, സോഹോ പേറോള്, സോഹോ കൊമേഴ്സ്, സോഹോ പേയ്മെന്റ്സ്. ഇത് കൂടാതെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനായിട്ട് CRM, അഡ്വാൻസ്ഡ് റിപ്പോർട്ട്സിനായിട്ട് അനലിറ്റിക്സ്, ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സോഹോ ബുക്സ് എടുക്കുന്ന ഒരാൾക്ക് അതിൽ ഒരു വലിയ ഡോറാണ് ഓപ്പൺ ആയി വരുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ ആപ്ലിക്കേഷൻസും എടുത്ത് അവരുടെ ബിസിനസ്സിന് യൂസ് ചെയ്യാം. അത് സോഹോ ബുക്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് സോഹോ ബുക്സിലേക്ക് നമുക്ക് ഇന്റഗ്രേഷൻസ് വഴി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബുക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യാം, കൂടാതെ സോഹോ ഇൻവെന്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ആപ്ലിക്കേഷൻസ്, ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ്, കൊമേഴ്സ് ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള ഷോപ്പിഫൈ, ആമസോൺ ഡെലിവറി, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ എല്ലാം കണക്ട് ചെയ്തിട്ട് സെയിൽസ് ഓർഡർ ഫിക്സ് ചെയ്ത് ഒരു സൈക്കിൾ എനേബിൾ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോയ്സ് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെ നമുക്ക് സോഹോ ബുക്സിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മാനുവലായിട്ട് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതോ സെയിൽസ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതോ ഒരു ആവശ്യം ഇവിടെ ഇല്ല. അടുത്ത ഓപ്ഷനാണ് GSTന്റെ ഫയലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സോഹോ പോർട്ടലുമായിട്ട് തന്നെ GST കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോഹോ ബുക്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് OTP വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് പുഷ് ചെയ്യാനും GST ഫയൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇൻവോയ്സ് ആയിട്ടും വേ ബില്ലായിട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സോഹോ ബുക്സിൽ നിന്ന് തന്നെ IRP പോർട്ടലിലേക്ക് ഇൻവോയ്സ് പുഷ് ചെയ്യാനും വേ ബിൽസ് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടാലിനെ നമ്മൾ ലീവ് ചെയ്തുകൊണ്ട് സോഹോ ബുക്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ.